Once again, welcome to all. Today, we discuss Chemistry 8th Standard, first chapter, Properties of Matter, Centrifugation and Chromatography. Centrifugation. This is a method for separating components from a mixture based on difference in the mass of the particles. Here important point is that this method of separation is depending on difference in the mass of particles. പാർട്ടിക്കിൾസിന്റെ മാസിലുള്ള ഡിഫറൻസ്, ഒരെണ്ണം മാസ് കൂടിയതും വേറൊരെണ്ണം മാസ് കുറഞ്ഞതും ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? സെൻട്രിഫ്യൂഗേഷൻ എന്ന മാർഗം ഉപയോഗിച്ച് മിക്സ്ചറിനെ സെപ്പറേറ്റ് ചെയ്യാം. This method is used in clinical laboratories to separate blood cells from blood samples and also for the quick separation of the precipitate obtained during chemical experiments. Centrifugation രണ്ട് എക്സാമ്പിൾ ആണ് ഇപ്പോൾ പറഞ്ഞത്. ക്ലിനിക്കൽ ലബോറട്ടറികളിൽ നമ്മളെല്ലാം ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനൊക്കെ പോവാറുണ്ടല്ലോ. അപ്പോൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ ബ്ലഡ് അവർ കളക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അത് ബ്ലഡ് സെൽസ് എടുക്കും. ആ ബ്ലഡ് സാമ്പിളിലുള്ള ബ്ലഡ് സെൽസിനെ സെപ്പറേറ്റ് ചെയ്യാൻ WBC, RBC ഇങ്ങനെയുള്ള ബ്ലഡ് സെല്ലുകളെല്ലാം ഏതൊക്കെ എത്ര എണ്ണം വീതം കൗണ്ടൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ചെയ്യുന്നത് ഈ മെത്തേഡാണ്. അത് മാത്രമല്ല, ക്വിക്ക് സെപ്പറേഷൻ ഓഫ് ദി പ്രസിപ്പിറ്റേറ്റ് എന്ന് പറഞ്ഞാൽ കെമിക്കൽ റിയാക്ഷൻ നടക്കുമ്പോൾ ഇൻസൊല്യൂബിൾ ആയിട്ട് നമുക്ക് കിട്ടുന്ന ഒരു പ്രോഡക്റ്റ്, അതാണ് പ്രസിപ്പിറ്റേറ്റ് എന്ന് പറയുന്നത്. അത് അടിയിൽ ഇങ്ങനെ നമുക്ക് കാണാൻ പറ്റും. അത് വേർതിരിച്ചെടുക്കാൻ വേണ്ടി നമുക്ക് എന്ത് മാർഗം ഉപയോഗിക്കാം? സെൻട്രിഫ്യൂഗേഷൻ ഉപയോഗിക്കാം. സോ സെൻട്രിഫ്യൂഗേഷൻ ഈസ് യൂസ്ഡ് ഇൻ ക്ലിനിക്കൽ ലബോറട്ടറീസ് ടു സെപ്പറേറ്റ് ബ്ലഡ് സെൽസ് ഫ്രം ബ്ലഡ് സാമ്പിൾസ് ആൻഡ് ഓൾസോ ഫോർ ദ ക്വിക്ക് സെപ്പറേഷൻ ഓഫ് ദി പ്രസിപ്പിറ്റേറ്റ് ഒബ്റ്റെയിൻഡ് ഡ്യൂറിങ് കെമിക്കൽ എക്സ്പെരിമെന്റ്സ്. എക്സ്പെരിമെന്റ്സിൽ നിന്ന് കിട്ടുന്ന, അതായത് ഇപ്പോൾ ഒരു റിയാക്ഷൻ നടക്കുമ്പോൾ ആ റിയാക്ഷൻ നടത്തി കഴിയുമ്പോൾ അതിന്റെ പ്രോഡക്റ്റുകൾ ഉണ്ടാവും. അതിലെന്തെങ്കിലും ഒരു പുതിയ പദാർത്ഥം ഉണ്ടാവും. അതിനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഈ ഇങ്ങനെ പ്രസിപ്പിറ്റേറ്റ് എന്ന് പറയുമ്പോൾ അത് ഇൻസോല്യൂബിൾ ആയിട്ടാവും അതിലുണ്ടാവുക. അതിനെ നമുക്ക് ഈ മാസിന്റെ ഡിഫറൻസ്, പാർട്ടിക്കിൾസിന്റെ മാസ് ഡിഫറൻസിനെ ബേസ് ചെയ്തിട്ട് സെൻട്രിഫ്യൂഗേഷൻ വഴി സെപ്പറേറ്റ് ചെയ്യാം. The liquid containing the sample is taken in a test tube and is rotated. ഇനി എങ്ങനെയാണ് പ്രോസസ് ഇൻവോൾവിംഗ് ഇൻ സെൻട്രിഫ്യൂഗേഷൻ? The liquid containing the sample is taken in a test tube and is rotated about a central point in the instrument. സാമ്പിൾ എടുത്ത് ഒരു ടെസ്റ്റ് ട്യൂബിൽ നമുക്ക് ഏത് സാമ്പിളിലെ ഘടകങ്ങളെ ആണോ സെപ്പറേറ്റ് ചെയ്യേണ്ടത് അതെടുക്കുക, എന്നിട്ട് അത് റൊട്ടേറ്റ് ചെയ്യിക്കുക. റൊട്ടേറ്റ് ചെയ്യുന്നത് ഒരു സെൻട്രൽ പോയിന്റിനെ ആധാരമാക്കിയിട്ടായിരിക്കും. The particles with higher mass then get separated away from the center and those with the lower mass remain closer to the center. അങ്ങനെ ചെയ്യുമ്പോൾ മാസ് കൂടിയിട്ടുള്ള കമ്പോണൻസ് എല്ലാം, പാർട്ടിക്കിൾസ് വിത്ത് ഹയർ മാസ് then get separated away from the center. ഏത് സെന്ററിനെ ആധാരമാക്കിയിട്ടാണോ നമ്മൾ ഇതിനെ റൊട്ടേറ്റ് ചെയ്യിച്ചുകൊണ്ടിരുന്നത് അതിൽ നിന്ന് അകലെയും, അതുപോലെ ലോവർ മാസ് ഉള്ളത് ഈ സെന്ററിനോട് ചേർന്ന് അടുത്തുമായിട്ട് നമുക്ക് രണ്ട് വേറെ ആയിട്ട് കിട്ടും. അങ്ങനെ റൊട്ടേറ്റ് ചെയ്യിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആ ഒരു ഇൻസ്ട്രുമെന്റ് ആണ് ഈ സെൻട്രിഫ്യൂജ് എന്ന് പറയുന്നത്. ഇൻ ഓർഡർ ടു സെപ്പറേറ്റ് ഇൻസൊല്യൂബിൾ പാർട്ടിക്കിൾസിനെയാണ് നമ്മളിപ്പോൾ പ്രസിപ്പിറ്റേറ്റ് എന്ന് പറഞ്ഞത്. ഇൻ ഓർഡർ ടു separate insoluble particles in a liquid mixture on the basis of their mass difference, centrifuge is used. Centrifuge is the apparatus used to perform centrifugation. Centrifugation നടത്താൻ വേണ്ടിയുള്ള ഉപകരണമാണ് സെൻട്രിഫ്യൂജ്. സെൻട്രിഫ്യൂജിൽ ഇവിടെ രണ്ട് ഹോൾഡറുകൾ ഉണ്ട്. ഇവിടെ നമുക്ക് ടെസ്റ്റ് ട്യൂബിൽ സാമ്പിൾ കളക്ട് ചെയ്ത ടെസ്റ്റ് ട്യൂബ് ഇവിടെ വെക്കാം. എന്നിട്ട് ഈ ഷാഫ്റ്റ് ഉപയോഗിച്ച് അത് നന്നായിട്ട് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അതിലെ ഈ സെൻട്രൽ പോയിന്റിന് അകലെയും അടുത്തുമായിട്ട് അതിലുള്ള കമ്പോണൻസ് നമുക്ക് വേർതിരിഞ്ഞ് കിട്ടും. ഇതേ മാർഗമാണ് നമ്മൾ തൈര് കടഞ്ഞ് വെണ്ണ എടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ദിസ് മെത്തേഡ് ഈസ് യൂസ്ഡ് ഫോർ സെപ്പറേറ്റിംഗ് ബട്ടർ ഫ്രം കേർഡ്. അപ്പം 3 എക്സാമ്പിൾ ആണ് സെൻട്രിഫ്യൂഗേഷന് പഠിക്കാനുള്ളത്. ഒരെണ്ണം പറഞ്ഞത് ബ്ലഡ് സെൽസിന്റെ സെപ്പറേഷൻ, ബ്ലഡ് സെൽസിനെ ബ്ലഡ് സാമ്പിളിൽ നിന്ന് വേർതിരിക്കുന്നത്. സെക്കൻഡ് വൺ പ്രസിപ്പിറ്റേറ്റിനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി കെമിക്കൽ റിയാക്ഷൻസ് നിന്ന് കിട്ടുന്ന പ്രസിപ്പിറ്റേറ്റിനെ
സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി. മൂന്നാമത്തത് ഫോർ സെപ്പറേറ്റിംഗ് ബട്ടർ ഫ്രം കേർഡ്. Centrifugation is the principle of working of washing machines too. The dryer in a washing machine works according to this principle. Regarding centrifugation. Now the last one is chromatography. Chromatography. Put a black spot using a sketch pen on one end of a filter paper cut like a ribbon. Now dip this in the water in a beaker. We can see that the components contained in the ink get separated. Chromatography is the method used to separate more than one solute dissolved in the same solvent. ഒരേ സോൾവെന്റിൽ ലയിച്ചിട്ടുള്ള പല സൊല്യൂട്ടുകളെ സെപ്പറേറ്റ് ചെയ്യാനാണ് ക്രോമാറ്റോഗ്രഫി യൂസ് ചെയ്യുന്നത്. ക്രോമാറ്റോഗ്രഫിയുടെ ഉപയോഗങ്ങൾ to separate components from dyes and to separate poisonous substances mixed with blood. Chromatography is based on the difference in adsorption rate of the components. ഒരേ സോൾവെന്റിൽ അടങ്ങിയിട്ടുള്ള വ്യത്യസ്ത സൊല്യൂട്ടുകൾക്ക് അഡ്സോർപ്ഷൻ റേറ്റ് ഡിഫറെന്റ് ആയതുകൊണ്ടാണ് ഈ രീതി സാധ്യമാകുന്നത്. Instead of this filter paper, if you have thin newspaper, then you can also take that for this purpose. ന്യൂസ് പേപ്പറിന്റെ ഒരു കഷ്ണം എടുത്താലും ഒരു പീസ് പേപ്പർ എടുത്തിട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് ഇത് വീട്ടിൽ തന്നെ നമുക്കിത് ചെയ്തു നോക്കാവുന്നതേ ഉള്ളൂ. ഒരു മാർക്കറിന്റെ പെന്നുകൊണ്ട് ഒരു ഡോട്ട് ഇടുക അതില്, എന്നിട്ട് അതിന്റെ അറ്റം വാട്ടറിൽ ഡിപ്പ് ചെയ്ത് നിൽക്കണം. ആ രീതിയിൽ അതിനെ ഫിക്സ് ചെയ്തിട്ട് ഇവിടെ പിടിക്കുക. ഒരു ഈർക്കിൽ വെച്ചിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഹോൾഡറിന്റെ മുകളിലൊന്ന് പ്രസ് ചെയ്തിട്ട് അതിനെ അവിടെ ഫിക്സഡ് ആക്കി ഉറപ്പിച്ച് നിർത്തുക. കുറച്ച് സമയം കഴിഞ്ഞ് നമ്മൾ ഒബ്സർവ് ചെയ്താൽ നമുക്ക് അതിൽ ഈ മാർക്കർ പെന്നിൽ ഉണ്ടായിരുന്ന ബ്ലാക്ക് ഇങ്ക് നിന്ന ഭാഗത്ത് ഇപ്പോൾ പല കളേഴ്സ് ആയിട്ട് അതിങ്ങനെ മാറിയിരിക്കുന്നത് കാണാം. ക്രോം മീൻസ് കളർ. അപ്പോൾ ദിസ് ഈസ് ടു സെപ്പറേറ്റ് മോർ ദാൻ വൺ സൊല്യൂട്ട് ഡിസോൾവ് ഇൻ ദ സെയിം സോൾവെന്റ്. ഒരേ സോൾവെന്റിൽ ലയിച്ചു ചേർന്നിട്ടുള്ള മോർ ദാൻ വൺ സൊല്യൂട്ട്, ഒന്നിലധികം സൊല്യൂട്ടിനെ. സോൾവെന്റ് സൊല്യൂട്ട് എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? സോൾവെന്റ് എന്ന് പറഞ്ഞാൽ സൊല്യൂട്ടും സോൾവെന്റും കൂടി ചേരുമ്പോഴാണ് നമുക്കൊരു സൊല്യൂഷൻ ഉണ്ടാവുന്നത്. സൊല്യൂട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ ചേർത്തിട്ടുള്ള വളരെ ചെറിയ അളവിലുള്ള സ്മോൾ ക്വാണ്ടിറ്റിയിൽ ചേർത്തിട്ടുള്ളത് എന്താണോ അതാണ് സൊല്യൂട്ട്. സോൾവെന്റ് എന്ന് പറയുന്നതാവും മെജോറിറ്റി ആയിട്ട് കൂടുതലായിട്ട് അതിൽ ഉപയോഗിച്ചിട്ടുണ്ടാവുക. സോൾട്ട് സൊല്യൂഷൻ ഫോർ എൻ എക്സാമ്പിൾ, സോൾട്ട് ഈസ് ദ സൊല്യൂട്ട് ആൻഡ് വാട്ടർ ഈസ് ദ മേജർ കണ്ടന്റ്. സോ വാട്ടർ ഈസ് ദ സോൾവെന്റ്. അതുപോലെ ഒരു സോൾവെന്റിൽ കുറെ സൊല്യൂട്ടുകൾ ലയിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ വേർതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ക്രോമാറ്റോഗ്രഫി യൂസ് ചെയ്യുന്നത്. Chromatography is the method used to separate more than one solute dissolved in the same solvent. This method was first employed for separating colored substances and hence this process came to be known as chromatography. Chrome എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കളർ എന്നാണ് അതിന്റെ മീനിങ്. ഇത് ആദ്യമായിട്ട് ഉപയോഗിച്ചിരുന്നത് കളേർഡ് ആയിട്ടുള്ള സബ്സ്റ്റൻസിനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. അതുകൊണ്ടാണ് ഇതിന്റെ പേര് ക്രോമാറ്റോഗ്രഫി എന്ന് വന്നിട്ടുള്ളത്. ഇവിടെ രണ്ട് ക്വസ്റ്റ്യൻസ് അതിന്റെ മുന്നേ ചോദിച്ചിട്ടുണ്ട്. പുട്ട് എ ബ്ലാക്ക് സ്പോട്ട് യൂസിങ് എ സ്കെച്ച് പെൻ ഓൺ വൺ എൻഡ് ഓഫ് എ ഫിൽട്ടർ പേപ്പർ കട്ട് ലൈക്ക് എ റിബൺ. ഇതുപോലെ മുറിച്ചെടുത്തിട്ടുള്ള ഫിൽട്ടർ പേപ്പറിൽ ഒരു മാർക്ക് സ്കെച്ച് പെന്നോ മാർക്കർ പെന്നോ ഉപയോഗിച്ചിട്ട് ഇടുക. കീപ് ദിസ് ഡിപ്ഡ് ഇൻ ദ വാട്ടർ ഇൻ എ ബീക്കർ ആസ് ഷോൺ ഇൻ ഫിഗർ. ഇതിൽ കാണിച്ചതുപോലെ ഇതിനെ ഒരു ബീക്കറിലെ വെള്ളത്തിൽ മുക്കി വെക്കുക. മുഴുവനായിട്ട് മുങ്ങരുത്. ഈ ഡോട്ടിന്റെ ജസ്റ്റ് താഴെ വരെ അറ്റം മാത്രം ഡിപ്പ് ചെയ്യുന്ന രീതിയിൽ വേണം വെക്കാൻ. വാട്ട് ക്യാൻ ബി ഒബ്സർവ്ഡ് വെൻ ദ വാട്ടർ ലെവൽ ഇൻ ദ ഫിൽട്ടർ പേപ്പർ അസെൻസ്. വാട്ടർ ലെവൽ കയറി വരും, അസെൻഡ് ചെയ്യും തോറും, കയറി വരും തോറും നമുക്ക് എന്ത് കാണാൻ പറ്റും? വി ക്യാൻ സീ ദ ഡിഫറെന്റ് കളേഴ്സ് ഇൻ ഇറ്റ്. വാട്ട് ക്യാൻ ബി ഇൻഫേർഡ് ഫ്രം ദ ഡിഫറെന്റ് കളേഴ്സ് ഫൗണ്ട് ഇൻ ദ ഫിൽട്ടർ പേപ്പർ? So these are the two questions you can answer. The first question is that what can be observed when the water level in the filter paper ascends. വാട്ടർ ലെവൽ കയറി വരുമ്പോൾ ഈ വാട്ടർ ലെവൽ ഇതിലൂടെ ഫിൽട്ടർ പേപ്പറിലൂടെ മുകളിലേക്ക് കയറും തോറും എന്താണ് നമ്മൾ ഒബ്സർവ് ചെയ്യുന്നത്? വി ക്യാൻ ഒബ്സർവ് ഡിഫറെന്റ് കളേഴ്സ് ഇൻ ദ ഫിൽട്ടർ പേപ്പർ. വാട്ട് ക്യാൻ ബി ഇൻഫേർഡ് ഫ്രം ദ ഡിഫറെന്റ് കളേഴ്സ് ഫൗണ്ട് ഇൻ ദ ഫിൽട്ടർ പേപ്പർ. ഫിൽട്ടർ പേപ്പറിൽ കാണുന്ന ഡിഫറെന്റ് കളേഴ്സിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലാവുക?
The colors present in ink are usually a mixture of two or more colored substances. This method of separating components of a mixture is known as chromatography. So you can study this chromatography and you can simply perform this experiment in your home itself. What is the principle behind chromatography? Chromatographyക്ക് പിന്നിലുള്ള തത്വം എന്താണ്? അഡ്സോർപ്ഷൻ ആണ് ക്രോമാറ്റോഗ്രഫിയുടെ ബേസിസ് എന്ന് പറയുന്നത്. എങ്ങനെയാണ് ഈ കളേഴ്സ് സെപ്പറേറ്റ് ചെയ്യപ്പെടുന്നത്? അഡ്സോർപ്ഷൻ കാരണമാണ്. Capillarity is the phenomenon by which liquids rise through micropores against gravitation. ഈ ഫിൽട്ടർ പേപ്പറിലൂടെ വെള്ളം കയറി വരാൻ, മുകളിലേക്ക് അസെൻഡ് ചെയ്യാനുള്ള കാരണം ആണ് കാപ്പിലാരിറ്റി. കാപ്പിലാരിറ്റി എന്ന് പറഞ്ഞാൽ അപ്പോഴേക്ക് എല്ലാ ഒബ്ജക്റ്റിനെയും ഭൂമി അതിന്റെ സെന്ററിലേക്ക് അട്രാക്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മളൊക്കെ ഇങ്ങനെ നിൽക്കുന്നത്. നിലത്ത് ചവിട്ടി നമുക്ക് നിൽക്കാൻ പറ്റുന്നത് ഗ്രാവിറ്റേഷൻ കാരണമാണ്. അപ്പൊ ഗ്രാവിറ്റേഷനെ ഓപ്പോസ് ചെയ്തുകൊണ്ട്, എതിർത്തുകൊണ്ട് ഏത് ലിക്വിഡ്സിന് മുകളിലേക്ക് കയറാനുള്ള ആ കഴിവിനെയാണ് നമ്മൾ കാപ്പിലാരിറ്റി എന്ന് പറയുന്നത്. The solute particles move along with the solvent. അങ്ങനെ കാപ്പിലാരിറ്റി ഉള്ളത് കൊണ്ട് വാട്ടർ ഈ ഫിൽട്ടർ പേപ്പറിലെ ചെറിയ പോഴ്സിലൂടെ, ചെറിയ ചെറിയ സുഷിരങ്ങളിലൂടെ മുകളിലേക്ക് അസെൻഡ് ചെയ്യുന്നു. അങ്ങനെ അസെൻഡ് ചെയ്യുന്ന വാട്ടറിന്റെ കൂടെ സൊല്യൂട്ട് പാർട്ടിക്കിൾസ് മൂവ് അലോങ് വിത്ത് ദ സോൾവെന്റ്. ഇതിലെ സൊല്യൂട്ട് പാർട്ടിക്കിൾസ് മുകളിലേക്ക് റൈസ് ചെയ്ത് വരുന്നുണ്ട്. Due to the attraction between the filter paper and solute particles, they get attached to the surface of the filter paper. ഇവിടെ സൊല്യൂട്ടിന്റെ പാർട്ടിക്കിൾസും അതുപോലെ ഫിൽട്ടർ പേപ്പറിന്റെ പാർട്ടിക്കിൾസും തമ്മിൽ ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ, ഒരു ആകർഷണ ബലം ഉണ്ടായിരിക്കും. ആ ആകർഷണ ബലത്തിനനുസരിച്ച് ഇത് ഇവിടെ പറ്റി പിടിച്ച് നിൽക്കും. ദിസ് ഈസ് കോൾഡ് അഡ്സോർപ്ഷൻ. ഇങ്ങനെ അറ്റാച്ച് ചെയ്യപ്പെടുന്നതിനെയാണ് നമ്മൾ അഡ്സോർപ്ഷൻ എന്ന് വിളിക്കുന്നത്. ഈ അഡ്സോർപ്ഷന്റെ റേറ്റ് പല കളേഴ്സിനും പലതായിരിക്കും. Particles are separated on the surface of filter paper on the basis of the difference in the rate of adsorption. This point is very important because on the basis of this we are doing chromatography. ക്രോമാറ്റോഗ്രഫിയുടെ പിന്നിലുള്ള തത്വം അല്ലെങ്കിൽ ഡിപ്പെൻഡ് ചെയ്യുന്ന ബേസിസ് എന്താണെന്ന് ചോദിച്ചാൽ പാർട്ടിക്കിൾസിനെ സെപ്പറേറ്റ് ചെയ്യുന്നത് ഓൺ ദി ബേസിസ് ഓഫ് ഡിഫറൻസ് ഇൻ ദ റേറ്റ് ഓഫ് അഡ്സോർപ്ഷൻ. അഡ്സോർപ്ഷന്റെ റേറ്റിലുള്ള ഡിഫറൻസ് കൊണ്ടാണ് ഇവയെ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് കിട്ടുന്നത്. സോ ക്രോമാറ്റോഗ്രഫി ഈസ് ബേസ്ഡ് ഓൺ ദ ഡിഫറൻസ് ഇൻ റേറ്റ് ഓഫ് അഡ്സോർപ്ഷൻ and centrifugation is based on the difference in mass of the particles. Sublimation is based on the property of sublimation. Separating funnel is based on the immiscible nature of the components, and fractional distillation is based on the fact that the particles have small difference in boiling point, and distillation is based on the fact that there is a large difference in boiling points of the components. Look at some occasions where chromatography is employed. Now the practical applications of chromatography. ക്രോമാറ്റോഗ്രഫി എന്ന് പറയുന്നത് ഇങ്ങനെ കളേഴ്സിനെ സെപ്പറേറ്റ് ചെയ്യാൻ മാത്രമല്ല നമ്മൾ ഉപയോഗിക്കുന്നത്. അത് ഒരു ഉപയോഗമാണ്. അത് കൂടാതെ പ്രധാനപ്പെട്ട മറ്റൊരു ഉപയോഗം കൂടി ക്രോമാറ്റോഗ്രഫിക്ക് ഉണ്ട്. To separate poisonous substances mixed with blood. ഇപ്പോൾ ബ്ലഡിൽ കലർന്നിട്ടുള്ള പോയിസൺ ഏതാണെന്ന് നമ്മൾ തിരിച്ചറിയാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്ന ഒരു മെത്തേഡാണ് ക്രോമാറ്റോഗ്രഫി. സോ വാട്ട് ആർ ദ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻസ് ഓഫ് ക്രോമാറ്റോഗ്രഫി ഇൻ അവർ ഡെയിലി ലൈഫ്? You should write these 2 points, that is to separate components from dyes and to separate poisonous substances mixed with blood. ബ്ലഡിൽ കലർന്നിട്ടുള്ള പോയിസൺ ഏതാണ് എന്ന് തിരിച്ചറിയണം. പലരും മരണശേഷം അല്ലെങ്കിൽ അവരുടെ ശരീരത്തിൽ ഇന്ന പോയിസൺ, ഈ കടന്നിട്ടുള്ള പോയിസൺ ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യുന്നതൊക്കെ അവരുടെ ബ്ലഡ് സാമ്പിള് ക്രോമാറ്റോഗ്രഫി ചെയ്തിട്ടാണ്. സോ വാട്ട് ആർ ദ ഒക്കേഷൻസ് വെർ ക്രോമാറ്റോഗ്രഫി ഈസ് എംപ്ലോയ്ഡ്? To separate components from dyes and to separate poisonous substances with blood.
Hope you are now familiar with some of the methods of separating components from a mixture. The components of a mixture will have to be separated by employing the above methods as well as by some other modern techniques. You will learn them in higher classes. ഈ 6 മാർഗങ്ങളല്ലാതെ വേറെയും ഒരുപാട് മാർഗങ്ങൾ മിക്സ്ചേഴ്സിനെ സെപ്പറേറ്റ് ചെയ്യാനായിട്ട് നിലവിലുണ്ട്. അത് നമുക്ക് വലിയ ക്ലാസ്സുകളിൽ പഠിക്കാം.